നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ നല്ല വെയിലും അതിനിടയിൽ കൂടെ മഴയും രണ്ടുമുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഞായറാഴ്ച കണ്ട് പൊതുവെ എല്ലാവരും താമസം എണീക്കുന്നത്. ഞാനും പിള്ളേരും മാത്രം, ചേട്ടനും പോയി. അപ്പം ഞങ്ങളിപ്പോൾ താമസം എഴുന്നേറ്റുള്ളൂ. ഇനി ചായക്ക് വെള്ളം വെക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അവർ രണ്ടും എഴുന്നേറ്റു. മേതക്കുട്ടി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കേട്ടോ. അതുപോലെ മേതക്കുട്ടി രാവിലെ ചായക്കുള്ള പാല് വെച്ചു. രാവിലെ മേതക്കുട്ടി രാവിലെ അത് എന്നോട് കുസ്തിയാ കേട്ടോ. രാവിലെ എണീക്കുമ്പോഴേ എന്നോട് കുസ്തിയാ. എന്തോ ഷൂവോ? രാവിലെ എണീക്കുമ്പോഴേ ഷൂ ഇടണം കേട്ടോ. ചായപ്പൊടി ഇട്ടു, ഇഞ്ചി ഇട്ടു. അപ്പോൾ ഇതിനി നല്ലതായിട്ട് തിളച്ച് വരണം. പിന്നെ പഞ്ചസാര ഇടും. രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. എൻ്റെ കയ്യിൽ കയറിയിരിക്കുന്ന ഭാഗം കേട്ടോ. ഇങ്ങനെ അപ്പം ആയി വരുന്നു കേട്ടോ. അപ്പം കഴിച്ചിട്ടുള്ള ഡാൻസാണ് കേട്ടോ. അപ്പം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി എനർജി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഡാൻസ് കളി കേട്ടോ. മഹതിക്കുട്ടിക്ക് രാവിലെ അപ്പവും ഒരു ബുൾസയും കൊടുക്കും ഞാൻ. അവൾ പൊതുവെ കറി കൊടുത്തില്ല അപ്പത്തിനോട്. അപ്പം രാവിലെ മിക്കവാറും അവൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. ഏറ്റവും വലിയ എനിക്കൊരു പരീക്ഷണം കേട്ടോ, മുട്ട ബുൾസ് തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക്. ചില സമയത്ത് ഒക്കും, ചില സമയത്ത് പാടാം. അയ്യോ പൊട്ടിക്കും. മഹതിക്കുട്ടിയുടെ മുട്ട പൊട്ടിപ്പോയി. തൽക്കാലം ഇത് മേതയ്ക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല. മഹതിക്ക് നല്ലതായിട്ട് കൊടുത്തില്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല. മഹതിക്കുട്ടിക്കും ബുൾസ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അധികം തിരിച്ചിടാൻ പോയില്ല, കാരണം മറ്റേതുപോലെ പൊട്ടിപ്പോയി ഞാൻ ഒട്ടും കഴിക്കത്തില്ല. പക്ഷെ അവൾക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ മാറി ഇപ്പം ചെറിയൊരു ചാറ്റമഴ പെയ്യുന്നവരേ ഉള്ളൂ. അപ്പോൾ പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കും കേട്ടോ. അതിനകത്ത് എനിക്കൊന്ന് കുയിലാണ് വന്നിരിക്കുന്നത്. രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പുറത്തോട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല, അത്ര നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ കാപ്പി ഏകദേശം അവന്മാർക്ക് കൊടുത്തു. ഞാൻ പൊതുവെ രാവിലെ എന്നെ കഴിക്കാറില്ല. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം ചോറാക്കണം. അപ്പോൾ അതിന് ഞാൻ കുക്കറ് അരിയിട്ട് വെച്ചിരിക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ ആവി കയറി വിസിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ചോറ് റെഡിയാവും. ഉച്ചയ്ക്ക് ഞാൻ ഓർത്ത് വൻപയർ അവന്മാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ വൻപയർ തോരനും ഒരു മാങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു ഓംപ്ലേറ്റും, അതാണ് ഉച്ചയ്ക്ക് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ വൻപയർ എടുത്ത് വെള്ളത്തിലിടും കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം പിള്ളേർക്കാണെങ്കിലും ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കും, അരിപ്പൊന്നും ചേർക്കാതെ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്, ചുമ്മാ കഴിച്ചോളും. പിന്നെ ഞാൻ ചോറിനോട് അല്ലാതെ കൊടുക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഈ പയർ, അതായത് വൻപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും അവന്മാർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. ഏകദേശം ഒരു 5-6 വിസിലടിക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ രാവിലെ ഒരുത്തി കുളിച്ച് റെഡിയായി നിന്നു. ഇങ്ങനെ അവൾക്കിങ്ങനെ ആടണം. കുളിയെല്ലാം കഴിഞ്ഞ് മേതക്കുട്ടിക്ക് ഉറക്കം തുടങ്ങി. ഇനി മേതക്കുട്ടി ഇങ്ങനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ഇനി അടുക്കളയിലെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ. നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ, ശക്തിയായിട്ട് നല്ല മഴ പെയ്യും കേട്ടോ. അങ്ങനെ വൻപയർ തോരനായി. ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അതിൽ മാങ്ങ, കാന്താരി, ചുവന്നുള്ളി, തേങ്ങ, ഉപ്പ് ഇന്ന് ഞാനൊന്ന് അരക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ കേട്ടോ. മുട്ട ഞാൻ പിന്നെ കട്ട് ചെയ്തു വേണ്ടെന്ന് വെച്ചു. ഇത് മാങ്ങാ ചമ്മന്തി, വൻപയർ തോരൻ, തൈരുണ്ട്. തൈര് എടുത്തില്ല, എടുക്കണം. മേതക്കുട്ടി ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതലായിട്ട് ഉറങ്ങാൻ.
കാരണം ഞാൻ ഫുഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവൾ നല്ല ഉറക്കം, അവളെ ഉറക്കിയിട്ട് ഞാൻ സാധാരണ ഫുഡൊക്കെ ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരി നല്ല ഉറക്കം, നല്ല മഴയുള്ളതാണ്, നല്ല ഉറക്കം കേട്ടോ. ഒരാൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ചോറൊക്കെ കൊണ്ടിട്ട് മഹതി ഒരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തു, അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. നല്ല ഉറക്കമായിരുന്നു പുള്ളിക്കാരി. ഉറങ്ങിയോ അത് കുട്ടി? എത്ര മണിക്ക് ഉറങ്ങിയോ? ഇനി ഉറങ്ങണോ? വേണ്ട. കുട്ടിയുടെ പണ്ടത്തെ ഉടുപ്പാണ് കേട്ടോ. ഇപ്പം അവൾക്ക് അത് കറക്റ്റാണ്. മൗത്തിക്കുട്ടിയുടെ പണ്ടത്തെ കുറേ ഉടുപ്പ് ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചായിരുന്നു. അപ്പം അതിപ്പോൾ എന്തായാലും മേതക്കുട്ടി കറക്റ്റാണ്. ആ ഉടുപ്പ് ഇട്ടുള്ള സന്തോഷം കേട്ടോ. നല്ല മഴ കേട്ടോ, ഇതുവരെയായിട്ടും മഴ മാറിയില്ല. ഞങ്ങളിനി വലിയ സിനിമയെ കാണാമെന്ന് വെച്ച് കയറിപ്പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇവൾമാർ ഇതിനകത്ത് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഒരു സിനിമ രണ്ടുപേരും എല്ലാവരും ഇറങ്ങി പോകാം കേട്ടോ. മേതക്കുട്ടി പുറകെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ അപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തു. വെള്ളമുണ്ടോ? അതിനിടെ ഒരു കിളി വന്നു അവിടെ കുളിക്കുന്ന കേട്ടോ. കൊക്കോ എവിടെ? അവിടെ ഒരു കൊക്കുണ്ട് കേട്ടോ, മേതക്കുട്ടി പറഞ്ഞു കേട്ടോ. ഒരു ഇത് പറന്നു പോകുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത് ഇത് വീഡിയോ എടുക്കുമ്പോൾ കാണാൻ പറ്റില്ല, പറന്നുപോയി. ശരിക്കും ആരോമയുടെ സ്പൈസി കാപ്പിടി കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ പോയിട്ട് വരുമ്പം മിക്കവാറും ഞാൻ അവിടുന്ന് കൊണ്ടുവരും കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഉലുവ എല്ലാ സാധനം ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളി കാപ്പി കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാപ്പിപ്പൊടി. എപ്പോഴും അങ്ങനെ ഇട്ട് കുടിക്കത്തില്ല കേട്ടോ, പക്ഷേ ഇന്ന് എന്തോ ഒരു തോന്നൽ അങ്ങനെ ഇട്ട് കുടിച്ച. ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്ന കേട്ടോ. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ പ്രാവശ്യം കാപ്പിപ്പൊടി കൊണ്ടിരുന്നത്, പക്ഷേ ഈ പ്രാവശ്യം അവിടെ ഒന്നും കാപ്പിപ്പൊടി ഇല്ലായിരുന്നു മമ്മി പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് മേടിച്ചതാണ്. ആരോമല നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല നല്ല കോഫിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉലുവാപ്പൊടി, ജീരകം, എനിക്ക് വന്നാൽ അതിൻ്റെയൊക്കെ നല്ല ഇതുണ്ട്, നല്ല സ്പൈസി കോഫി കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ചേട്ടനും കുറേ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും. അപ്പോൾ ഞാനും കുറേ മേടിച്ചു. രണ്ടെണ്ണം വെളിയിരുന്ന് ഭയങ്കര കളിയൊക്കെ കേട്ടോ. അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇന്ന് ഗ്ലാസ് എടുത്ത് വേണ്ട ഇട്ടേക്കുന്നു കണ്ടോ. ഇതെല്ലാം എൻ്റെ മോൾ കാണിക്കുന്ന പരിപാടി. ഇത് ഇവിടെ എനിക്ക് ചേച്ചി നാളെ വരുമ്പം ചേച്ചിക്ക് നല്ല പണിയുണ്ട്. കാരണം ഇതെല്ലാം എൻ്റെ മോളിട്ട പരിപാടി കേട്ടോ. ഫുള്ള് സാധനം, പാത്രവും ടോയ്സ് എല്ലാം. മഴയായതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവളെ ഇവിടെ ഇട്ടുകൊണ്ട് പോകാനും പറ്റില്ല, കാരണം ഇവളെ ഏത് നിമിഷം വേണമെങ്കിൽ അവളെ അങ്ങോട്ട് ഓടുന്നുണ്ട്, അതൊരു പേടിയാണ്. അല്ലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മേതക്കൂടെ ഒരു രക്ഷയില്ല കേട്ടോ. അവൾ എൻ്റെ തക്കം കെട്ടി ചെരുപ്പ് എടുത്തുകൊണ്ട് പോയേക്കുക. എന്തോ ഒന്നിനെ കണ്ട് കൊല്ലിക്കാനുള്ള പരിപാടിക്ക്. ഇപ്പം ഞാൻ ഷൂ ഇടണം. നല്ല ഉലുവ കാപ്പി കുടിക്കാനുള്ള പരിപാടി കേട്ടോ. മേതക്കുട്ടി എന്നെ കുറേ നേരം ചെരുപ്പ് ഇടുകയാണ്, സമ്മതിക്കത്തില്ല കേട്ടോ അവൾ കേട്ടോ. ഞാൻ ഷൂ ഇടാതെ അവൾ മാർത്തിന്ന് പറഞ്ഞ്. ഇത് വേറെ ഒന്നിനല്ല കേട്ടോ, മഹതി പഠിപ്പിച്ച പരിപാടിയാണ്. സൈക്കിളുണ്ടെന്ന് അവിടെ വെക്കും, കസേര ഉണ്ട് അവിടെ വെക്കും, കൂടെ അവിടെ നിർത്തി വെക്കും. അപ്പോൾ ഇവൾമാർ ഒരു വീടാണ് അത്. ഒരുത്തി കസേര കൊണ്ട് പോന്നു, മറ്റൊരാൾ പുറകെ കുടയും കൊണ്ട് പോവുക. ഞാൻ അതുകൊണ്ട് സാധാരണ ഗേറ്റ് അടച്ചിടും, വണ്ടി വന്നാൽ ഇപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ടേ. ഇവൾമാർ ഇറങ്ങുവാണെങ്കിൽ മിക്കവാറും ഞാൻ ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്യും. ഇനി ഷൂ ഇട്ട് കൊടുക്കണം. അവളുടെ ഒക്കെ വെച്ചിട്ട് പോവുക ചേച്ചി എഴുതിക്കൊണ്ട്. ഇനി നമുക്ക് ഷൂ വേണം, ചെരുപ്പ്. അതിൻ്റെയൊക്കെ റബ്ബർ കാർഡ് എന്ത് കണ്ടാലും നമുക്കത് എടുത്ത് കളയാൻ നമ്മൾ ഒരു രക്ഷയില്ല അവളെ കൊണ്ട്. ഈ റബ്ബർ കാർഡ് ഇത് ശരിക്കും റബ്ബർ കാർഡ് ഒരു ഇതാണ്, ഈ പൊട്ടുമ്പോഴത്തേക്ക് ഒരു ഇതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അവൾ പറഞ്ഞ അപ്പിയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല അവൾ. അത് എടുത്ത് കളയാതെ പോകത്തില്ല. അത് അപ്പിയല്ലടാ. ഇതും അതുപോലെ റബ്ബർ കാർഡ് പൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ സാധനം വീഴുമല്ലോ, അതാണ് അവൾ അപ്പിയാണ് പറയുന്നത്. ഭയങ്കര വൃത്തിക്കാരി കേട്ടോ. അതിന് ഷൂ എന്നോട് ദേഷ്യപ്പെട്ട ഒറ്റ ഷൂ ഇട്ടുകൊണ്ട് പോവുക കേട്ടോ. ഞാൻ എടുത്തു കൊടുത്തില്ല, എൻ്റെ വാശിക്ക് ഒരു കാല ഷൂ ഉണ്ട്, ഒരു കാല ഷൂ ഇല്ല. ഇതെൻ്റെ മഹതിക്കുട്ടിയുടെ പരിപാടി കേട്ടോ. വീടുണ്ടാക്കുന്നു, അതിനകത്തെല്ലാം ഷൂ കൊണ്ട് കയറ്റി വെക്കുക. അപ്പം ഷൂ കിട്ടി കേട്ടോ, തപ്പി പിടിച്ചെടുത്ത് കൊടുത്തു.
ഇനിയിപ്പം മറ്റേ ഷൂ എടുത്തുകൊണ്ട് പോവാം. രണ്ടിനും പരിപാടി ഇതാ കേട്ടോ. നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റിന് നല്ല കാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4:30 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖം കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മേതക്കൂട്ടി കാണിക്കുന്ന ചെറിയൊരു വികൃതി കേട്ടോ. മഹതി അവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.